ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടു തീരുമ്പോൾ ഒരുപാട് നല്ല ബോധ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ സ്വർഗത്തിൽ പോകാൻ നിങ്ങളിൽ ആർക്കൊക്കെ പറ്റുമെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒരിക്കൽ ഒരു സ്ത്രീ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കാണുവാൻ വളരെയധികം ഹൃദയവേദനയോടെ ആർസിലെ ദേവാലയത്തിൽ ചെന്നു. അവരുടെ ഭർത്താവ് സ്ഥിരം മദ്യപാനിയും പാപത്തിൽ ജീവിച്ചവനും ദൈവവിശ്വാസമില്ലാത്തവനുമായിരുന്നു. അയാൾ ആ സ്ഥിതിയിൽ മരിച്ചാൽ നരകത്തിൽ പോകുമെന്ന് ആ സ്ത്രീക്ക് ഉറപ്പായിരുന്നതുകൊണ്ട് അയാൾ മരിക്കുന്നതിനു മുമ്പ് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ആത്മാവ് രക്ഷപ്പെടാനായി ആ സ്ത്രീ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. കുടിച്ച് ബോധമില്ലാതെ സാത്താന്റെ പ്രേരണയാൽ ഒരു പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി അയാൾ മരിച്ചു. ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ ഹൃദയഭാരം താങ്ങാൻ കഴിയാതെ ഒരു ആശ്വാസം തേടിയാണ് ആ സ്ത്രീ ജോൺ മരിയ വിയാനി അച്ഛനെ കാണുവാൻ വന്നത്. പക്ഷേ വിയാനി അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കുവാൻ വന്ന ആളുകളുടെ തിരക്കു കാരണം പള്ളിയിൽ അവർക്ക് ദീർഘസമയം കാത്തിരിക്കേണ്ടി വന്നു. ആ സമയത്ത് വിയാനി അച്ഛൻ അവരുടെ സമീപത്തുകൂടി നടന്നുപോയി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചതനുസരിച്ച് വിയാനി അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഭർത്താവ് നശിച്ചു പോയിട്ടില്ല. വിയാനി അച്ഛൻ ആ സ്ത്രീയോട് പറഞ്ഞെങ്കിലും ആ സ്ത്രീക്ക് അത് തന്നോടാണ് പറഞ്ഞതെന്നു പോലും വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം ഭർത്താവ് നശിച്ചു എന്ന് ആ സ്ത്രീക്ക് അത്ര ഉറപ്പായിരുന്നു. മെയ് മാസത്തിലെ പൂക്കൾ ആലോചിക്കുവാൻ അപ്പോൾ അച്ഛൻ ആ സ്ത്രീയോട് പറഞ്ഞു. മെയ് മാസം മാതാവിൻ്റെ വണക്കമാസത്തിൽ മാതാവിൻ്റെ മുൻപിൽ വയ്ക്കുവാൻ ആ സ്ത്രീ മരത്തിൽ നിന്നും പൂക്കൾ ശേഖരിക്കുമായിരുന്നു. ആ സമയത്ത് പൂക്കൾ ശേഖരിക്കുവാൻ ഭർത്താവ് അവരെ സഹായിച്ചിരുന്നു. ഈ പുണ്യപ്രവൃത്തി മൂലം പാലത്തിനും വെള്ളത്തിനുമിടയിൽ വെച്ച് ദൈവമേ എന്ന് വിളിക്കുവാനുള്ള കൃപ അയാൾക്ക് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൽ നിന്നും വാങ്ങിക്കൊടുക്കുകയും ആ വിളിയുടെ ഫലമായി അയാൾ നരകത്തിൽ പോകാതെ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുകയാണെന്നും വിയാനി അച്ഛൻ ആ സ്ത്രീയോട് വെളിപ്പെടുത്തി. ഇതാണ് നമ്മുടെ ദൈവം. ഒരാത്മാവ് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാനായി ദൈവം തനിക്ക് സാധ്യമായ ഏറ്റവും ചെറിയ വഴികൾ പോലും ഉപയോഗിക്കുന്നു. നശിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിക്കാത്ത ആർക്കും നശിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവം നമ്മുടെ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പാപം ചെയ്താലും കുഴപ്പമില്ല, ഇടയ്ക്കിടെ കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. ശരിയായ പശ്ചാത്താപമില്ലാത്ത കുമ്പസാരത്തിന് പാപമോചനമില്ല എന്ന സത്യം മനസ്സിലാക്കുക. ആത്മാർത്ഥമായി കുമ്പസാരിക്കുകയും ആ പാപത്തെ ജയിക്കുവാൻ അതിനുശേഷം ശ്രമിക്കുകയും ചെയ്താൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ദൈവം നമ്മിൽ ചൊരിയും. ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സമയത്ത് അദ്ദേഹത്തെ ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും സ്വന്തം പാപപുണ്യങ്ങൾ എഴുതിയ ജീവന്റെ പുസ്തകവും ഈശോ കാണിച്ചു കൊടുത്തിരുന്നു. ശരിയായ പശ്ചാത്താപമില്ലാതെ ചടങ്ങ് തീർക്കുവാൻ കുമ്പസാരിച്ച സമയത്തെ അച്ഛൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടാതെ ജീവന്റെ പുസ്തകത്തിൽ പാപമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി അച്ഛൻ കാണുകയുണ്ടായി. അതായത് അതിൻ്റെ ശിക്ഷകളെല്ലാം അച്ഛനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം അച്ഛൻ വീണ്ടും കുമ്പസാരിച്ച് മോചനം നേടിയതാണ് കേട്ടോ. അതുകൊണ്ട് കുറുക്കു വഴിയിൽ സ്വർഗത്തിലെത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ നമ്മിൽ പലരും വീണ്ടും ആശ്വസിക്കും, കുറച്ചുനാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടാണെങ്കിലും സ്വർഗത്തിലെത്താമല്ലോ എന്ന്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, ഒന്നുകിൽ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നതിന് ശേഷം നിനക്ക് സ്വർഗത്തിലെത്താം, അല്ലെങ്കിൽ അതിനു പകരമായി മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കായി സഹനങ്ങൾ സ്വമനസ്സാലെ ഏറ്റെടുക്കുക. വിശുദ്ധ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റെടുത്തത് കേട്ടോ. വിശുദ്ധിക്ക് പോലും ഒരു ദിവസത്തെ ശുദ്ധീകരണ സ്ഥലമെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശുദ്ധീകരണ സ്ഥലത്തെ ഏറ്റവും വലിയ പീഡ എന്താണ്? ദൈവത്തോടുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏറ്റവും ഭീകരമായ പീഡ. ആ അവസ്ഥ എന്താണെന്ന് മനുഷ്യബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാവില്ല.
കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സദാസമയവും ദൈവവുമായി അദൃശ്യ ബന്ധത്തിലാണ്. നമ്മുടെ ജീവൻ വായുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ സാത്താൻ ആരാധകരും കൊടും പാപികളും പോലും ദൈവവുമായുള്ള ഈ അദൃശ്യ ബന്ധത്തിലാണ്. പലരും അതറിയുന്നില്ലെന്നു മാത്രം. ദൈവവുമായുള്ള ബന്ധം ശുദ്ധീകരണാത്മാക്കൾക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുടെ ഒരംശം മനസ്സിലാക്കുവാൻ ഈ ചെറിയ ഉദാഹരണം ഉപകാരപ്പെട്ടേക്കും. നിങ്ങൾ വെള്ളത്തിന്റെ അടിത്തട്ടിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക. ജീവവായു കിട്ടാതെ വരുമ്പോൾ ജലപ്പരപ്പിലെത്താൻ മരണവെപ്രാളത്തോടെ നിങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മുകളിലെത്തുന്നില്ല. ഒടുവിൽ ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറിച്ച് ശരീരം കുഴഞ്ഞ് നിങ്ങൾ മരിക്കാറാകുന്നു. പക്ഷേ നിങ്ങൾ മരിക്കുന്നില്ല, ബോധം പോകുന്നുമില്ല. ഈ അവസ്ഥയിൽ ജലപ്പരപ്പിലെത്തി ജീവവായു സ്വീകരിക്കുവാൻ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കും. ഈ അവസ്ഥയിലൂടെയാണ് ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്നത്. ജലപ്പരപ്പിലെത്താൻ ആഗ്രഹിക്കുകയും എന്നാൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഭീകരമായ അവസ്ഥയിൽ 24 മണിക്കൂർ തള്ളി നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതുകൊണ്ട് ഒരു ദിവസത്തെ ശുദ്ധീകരണ സ്ഥലം പോലും നിസ്സാരമല്ല എന്ന് ഓർക്കണം. ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാപാവസ്ഥയിൽ ജീവിച്ചു മരിച്ച അവരുടെ സുഹൃത്ത് ഇപ്പോൾ എവിടെയാണെന്ന് അവർ മാതാവിനോട് ചോദിച്ചു. അവൾ ശുദ്ധീകരണ സ്ഥലത്താണെന്ന് മാതാവ് വിഷമത്തോടെ മറുപടി പറഞ്ഞു. അവൾ എത്ര നാൾ അവിടെ കിടക്കേണ്ടി വരുമെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ അന്ത്യവിധി വരെ എന്നായിരുന്നു സങ്കടത്തോടെയുള്ള മാതാവിൻ്റെ മറുപടി. ഇനി ചിന്തിക്കുക, ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് നാൾ കിടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പേരിനുള്ള കുമ്പസാരമല്ലേ നമ്മിൽ പലരും നടത്തുന്നത്? അതേ പാപങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പാപമോചനം ലഭിക്കാത്ത ആ പാപങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ദുഷ്കരമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ. നമ്മുടെ ഈശോ കരുണയും സ്നേഹവുമായതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും ഈശോയുടെ കരുണ നമ്മെ സ്വർഗത്തിലെത്തിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്. പശ്ചാത്തപിക്കാതെ പാപത്തിൽ മരിക്കുന്നവരും സ്വർഗത്തിൽ അവകാശികളാകുമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നരകം ആവശ്യമില്ലായിരുന്നല്ലോ. പാപത്തിൽ ജീവിക്കുന്നവരോട് ഈശോ വളരെ പരുഷമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്ന് ബൈബിളിൽ കാണാം. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത കൊറാസിൻ, ബെത്സൈദ, കഫർനാം എന്നീ നഗരങ്ങളെ വിധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 20-24 നമ്മൾ കാണുന്നുണ്ട്. വിധി ദിവസത്തിൽ സോദോമിൻ്റെ സ്ഥിതി ഇവരേക്കാൾ സഹനീയമായിരിക്കും എന്നാണ് യേശുവിടെ പറയുന്നത്. സോദോമിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ജനത്തിൻ്റെ പാപം മൂലം ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ച ഒരു നഗരമാണ് സോദോം നഗരം. അതായത് ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയും ചെയ്തിട്ടും മാനസാന്തരപ്പെടാത്ത പുതിയ നിയമജനതയ്ക്കുള്ള ശിക്ഷ പഴയ നിയമജനതയെക്കാളും കഠിനമായിരിക്കുമെന്ന് യേശു മുൻകൂട്ടി പറയുന്നു. അനീതി പ്രവർത്തിക്കുകയും കപടനാട്യക്കാരുമായ ഫരിസയർക്കും നിയമജ്ഞർക്കുമെതിരെ കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന യേശു അവർക്ക് കടുത്ത ശിക്ഷയെന്നും പറയുന്നു. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കുരിശിൽ കിടക്കുമ്പോൾ യേശു ക്ഷമിച്ചത് പശ്ചാത്തപിച്ച ഒരു കള്ളനോട് മാത്രം. സിസ്റ്റർ മരിയായ്ക്ക് അന്ത്യവിധിയെക്കുറിച്ചുള്ള ദർശനം ഈശോ കാണിച്ചു കൊടുത്തിരുന്നു. അതിൽ സിസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്. വിധിയുടെ സമയത്ത് ഈശോയ്ക്ക് കരുണയുടെ മുഖമില്ല. ഈശോയുടെ കരുണയുള്ള മുഖം മാത്രം ഭൂമിയിൽ കണ്ടു ശീലിച്ച സിസ്റ്റർ മരിയ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല എന്ന രീതിയിലുള്ള ഗാംഭീര്യമുള്ള നീതിവിധിയാളന്റെ മുഖം കണ്ട് അമ്പരന്നു പോയി. ആ സമയത്ത് ഈശോ സിസ്റ്ററിനോട് പറയുന്നു, അവസാന ശ്വാസം നമ്മിൽ നിലയ്ക്കുന്നതുവരെ ഈശോയുടെ കരുണയ്ക്ക് നാം എല്ലാവരും അർഹരാണ്, ഏത് കൊടും പാപി പോലും. അതു കഴിഞ്ഞാൽ നീതിയുടെ വിധി മാത്രം. അവിടെ കരുണയില്ല, നീതി മാത്രം. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനു പോലും ആ സമയത്ത് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞതും ഈ സമയം ഓർക്കുക. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 37 തിരുവചനം. അതിനാൽ എത്രയും പെട്ടെന്ന് ഈശോയുടെ കരുണയിൽ അഭയം തേടുക.
അടുത്ത നിമിഷം നീ മരിക്കുമോ എന്ന് നിനക്കറിയില്ല. മറ്റുള്ളവരെയും ആ കരുണയിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരിക. പ്രത്യേകിച്ച് പാപികളെ. വിലയേറിയ ഒരു സ്വർണമാല ദുർഗന്ധം വമിക്കുന്ന അഴുക്കിൽ വീണുപോയാൽ ആ സ്വർണമാല തിരിച്ചെടുക്കാൻ ശ്രമിക്കാത്ത ആരുണ്ട്? ആ അഴുക്കിനെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിലും അതിൽ വീണുകിടക്കുന്ന വസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. പാപമാകുന്ന അഴുക്കിൽ വീണുകിടക്കുന്ന ഒരു പാപിയെ ഈശോ സ്വർണത്തെക്കാളും എത്രയോ അധികമായി വിലമതിക്കുന്നു. ഈശോയുടെ ഇഷ്ടമാകട്ടെ നമ്മുടെ ഇഷ്ടവും. അതിനാൽ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. പാപിയെ വെറുക്കുന്നത് ഈശോയുടെ വഴിയല്ല. പാപികൾ ഈശോയെ അന്വേഷിക്കുന്നില്ലേ? പശ്ചാത്തപിക്കുന്നില്ലേ? കരുണയിൽ ആശ്രയിക്കുന്നില്ലേ? അതിനൊരു പരിഹാരമായി ഈശോ വിശുദ്ധ ഫൗസ്റ്റീന വഴി ലോകത്തിന് കരുണയുടെ ജപമാല സമ്മാനിച്ചു. കോടിക്കണക്കിന് കരുണക്കൊന്ത ദിവസവും ആത്മാർത്ഥമായി ഉയർന്നാൽ ഒരു പാപി പോലും നശിച്ചു പോകില്ല. മരണത്തിനു മുമ്പ് ദൈവത്തെ വിളിക്കാനുള്ള കൃപ അവർക്ക് ലഭിച്ചിരിക്കും. പല നിരീശ്വരവാദികളും മരണത്തിന് തൊട്ടു മുമ്പ് ദൈവത്തോട് മാപ്പ് ചോദിച്ചു മരിക്കുന്നതിൻ്റെ കാരണം ആരുടെയൊക്കെയോ പ്രാർത്ഥനകളുടെ ബലമാണെന്ന കാര്യം വിസ്മരിക്കരുത്. ഭൂമിയിൽ ജീവിച്ചു മരിക്കുന്ന ഒരാൾ പോലും നരകത്തിൽ പോകരുത്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ഓരോരുത്തരുടെ സമയം വളരെ കുറയുകയും വേണം. പറ്റുമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാതെ തന്നെ സ്വർഗത്തിലെത്തണം. അതാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഹെബ്രായർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനാൽ കർത്താവിനെ കാണുവാൻ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം. അങ്ങനെ ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. കരുണയുടെ ജപമാല നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി ആവോളം ചൊല്ലി എല്ലാ ആത്മാക്കളെയും നമുക്ക് യേശുവിന് വേണ്ടി നേടാം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും സഹനങ്ങളും ഈശോയെ പ്രതി ഏറ്റെടുത്ത് ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണവും അതോടൊപ്പം നടക്കുകയും ശുദ്ധീകരണ സ്ഥലത്തെ നമ്മുടെ കാലയളവ് കുറഞ്ഞു കിട്ടുകയും ചെയ്യുമെന്നുള്ളതും ഓർക്കുക. ഒരാത്മാവ് നാമൂലം രക്ഷപ്പെട്ടാൽ അതിന് ദൈവം കൽപ്പിക്കുന്ന വില വളരെ വലുതാണ്. മോനിക്ക എന്ന അമ്മയുടെ പ്രാർത്ഥന അഗസ്റ്റീനോസ് എന്ന ദൈവനിഷേധിയായ മഹാപാപിയെ വിശുദ്ധ അഗസ്റ്റീനോസാക്കി മാറ്റി. 26 വർഷം സാത്താൻ പുരോഹിതനും മഹാമാന്ത്രികനുമായ സഖാരി കിങ് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായി പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലം ഇപ്പോൾ അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകനായി മാറിയിരിക്കുന്നു. ഈശോയുടെ കരുണയിൽ അഭയം തേടാൻ വരുമ്പോൾ പാപിനിയായ സ്ത്രീയുടെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. ചുങ്കക്കാരനായ സഖ്യവൂസിൻ്റെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാപിയായ അഗസ്റ്റീനോസിൽ നിന്നും വിശുദ്ധ അഗസ്റ്റീനോസ് ഉണ്ടാകുന്നതിനൊപ്പം വിശുദ്ധ മോനിക്കയും ഉണ്ടാകുന്നു എന്ന കാര്യവും സന്തോഷത്തോടെ ഓർക്കുക. ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ പാപത്തെ വെറുക്കട്ടെ. യേശുവിനെ പോലെ പാപിയെ സ്നേഹിക്കട്ടെ. വിശുദ്ധരാകുവാൻ ശ്രമിക്കട്ടെ. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും അടുത്ത് അത്തരക്കാർ പെട്ടെന്നെത്തും. ഈശോയുടെ കരുണയാൽ ആരൊക്കെ സ്വർഗത്തിൽ പോകും? മനസ്സ് വെച്ചാൽ സകലരും. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവീൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനം.